കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ യുവനിരയില് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ പോപ്പുലറായ ഒരു നേതാവായിട്ട് ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തകർക്കണമെന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം, അജണ്ട CPM-ന് ഉണ്ടാവുന്നത്. മാത്രമല്ല, കോൺഗ്രസിൽ തന്നെ 3 വർക്കിംഗ് പ്രസിഡന്റ്മാരായിട്ട് ഏറ്റവും ചെറുപ്പക്കാരനായ ഷാഫി പറമ്പിൽ വന്നിരിക്കുകയാണ്. CPM-നെ ചോടിപ്പിക്കുന്ന ഇതൊന്നുമല്ല. ഇത് മാത്രമല്ല, വടകരയിൽ അദ്ദേഹം നേടിയ വിജയം, ടീച്ചറമ്മയ്ക്കെതിരെ, ഷൈലിയ ടീച്ചർക്കെതിരെ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹം നേടിയ റെക്കോർഡ് വിജയം അതവരെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. അവർ വല്ലാതെ രോഷം കൊണ്ടു. കാരണം അവരുടെ ഒരു കുത്തക മണ്ഡലമായിട്ട് കരുതിയിരുന്നതാണ്. അത് മുരളി തകർത്തു. അതിനുശേഷം ഷാഫി പറമ്പില് വലിയ വോട്ടിന്റെ വ്യത്യാസത്തില് ടീച്ചറമ്മയെ പോലെ വളരെ ഗ്ലാമറിൽ നിന്നിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു എന്നത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ മേലാത്ത, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ മേലാത്ത, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ മേലാത്ത ഒരു പരാജയമായിരുന്നു. 1,14,506 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM വിജയം ഉറപ്പിച്ച ഈ വടകര മണ്ഡലത്തിൽ ഷാഫി വിജയക്കൊടി പാറിച്ചത്. അതവർക്ക് അങ്ങനെ പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പരാജയമായിരുന്നില്ല. തോൽവികൾ പലതും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് വല്ലാതെ അവരെ ഞെട്ടിച്ചു കളഞ്ഞു, പരിഭ്രാന്തരാക്കി എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുപോലൊരു നേതാവിനെ വെച്ചു വാഴിക്കാൻ പാടില്ല. അതായിരുന്നു അവരുടെ തീരുമാനം. അതിനാണ് ഇപ്പോൾ അവര് ഷാഫിക്കെതിരായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് ഷാഫി നൽകിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ വിജയം നേടിക്കൊടുത്തത്. കോൺഗ്രസിൽ നിന്ന് ചാടിച്ചുകൊണ്ടുവന്ന ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നോക്കി, ക്ലച്ച് പിടിച്ചില്ല. 18,715 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF അവിടെ ജയിച്ചു, വിജയക്കൊടി പാറിച്ചു. ആ ദേഷ്യം ഷാഫിയോടുണ്ട്, അത് BJPക്കുമുണ്ട്. BJPയും ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം കാക്ഷിച്ചിരുന്ന ആളാ. സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് MLA ആയി എന്ന് സ്വപ്നം കണ്ടു നടന്നതാ. ഇപ്പൊ അവരെല്ലാവരും കൂടെ ചേർത്തിരിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഒരു പൊതു ലക്ഷ്യം, അതാണ് ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച കോടതി വിധി വന്ന ദിവസം വൈകുന്നേരത്തെ രാത്രി ചർച്ചകളില് ചില നിരീക്ഷണ പടുക്കള് അല്ലെങ്കിൽ പണ്ഡിതന്മാര് കോൺഗ്രസിനെതിരെ വളരെ വാചാലരാകുന്നത് കാണുകയുണ്ടായി. എന്തോ കോൺഗ്രസ് വലിയൊരു അബദ്ധം പറ്റിപ്പോയി, അവര് എന്തോ തെറ്റു ചെയ്തു പോയി. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് കേട്ടവർക്കാർക്കും മനസ്സിലായില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രശ്നത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, നടപടികൾ, അത് എതിരാളികൾ പോലും രഹസ്യമായിട്ട് വാഴ്ത്തിയ കാര്യമാ. കോൺഗ്രസിന് അത് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന്. പക്ഷെ ഈ നിരീക്ഷകന്മാർക്ക് അതങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. കോൺഗ്രസ് എന്താണ് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു, കൃത്യമായ നടപടികൾ എടുത്തു. ഈ പരാതി വന്നപ്പോൾ തന്നെ നടപടികൾ ഉണ്ടായി. പിന്നീട് ഇന്നലെ ഈ ജാമ്യം നിഷേധിച്ചു എന്ന് പറയുന്ന വിധി വന്നതിന്റെ അടുത്ത നിമിഷത്തിൽ അതിനാരും കാത്തിരുന്നില്ല, ഒട്ടും കാത്തിരിക്കേണ്ടി വന്നില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായി. ഒന്ന് ചോദിച്ചോട്ടെ, ഈ കോൺഗ്രസ് വേറെ എന്താ ചെയ്യേണ്ടിയിരുന്നത്? വേറെന്തൊരു നടപടിയാണ് ഈ നിരീക്ഷകന്മാര് അല്ലെങ്കിൽ വഴിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടയെ പോലെ കോൺഗ്രസിനെ കിട്ടുന്ന അവസരം നോക്കി 2 തല്ലു തല്ലുന്നവര് എന്താ പ്രതീക്ഷിച്ചത്? കോൺഗ്രസ് എന്തു ചെയ്യണമായിരുന്നു? കോൺഗ്രസ് അദ്ദേഹത്തെ സംരക്ഷിച്ചോ? ഏതെങ്കിലും സമയത്ത് സംരക്ഷിച്ചോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ സംരക്ഷിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് ഇവർക്ക് പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ കേരളത്തില് ഇതുപോലുള്ള സമാന സംഭവങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരുന്ന നിലപാട്, നടപടികൾ എന്താണ്? P. ശശി, PK ശശി, അതുപോലെ തന്നെ ഗോപി കോട്ടമുറിക്കൽ, ഇവർക്കെതിരെയൊക്കെ ധാരാളം പരാതികൾ വന്നപ്പോൾ എന്തിന് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് വളരെ പരസ്യമായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചല്ലോ, ലൈംഗികപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞല്ലോ. എന്തെങ്കിലും നടപടി എടുത്തോ? പിന്നെ നമ്മുടെ നടൻ മുകേഷിനെതിരെ കേസുണ്ട്. അത് ഇപ്പോഴും MLA ആയിട്ട് നടക്കുകയാണ്. നിയമസഭയിൽ ഹാജരാകുന്നു, സംസാരിക്കുന്നു, MLA-യുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അതിനൊന്നും കുഴപ്പമില്ല. മറ്റു നമ്മൾ നേരത്തെ പേര് പറഞ്ഞ പലര് ഇന്ന് അധികാരത്തിന്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുക. വളരെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ നയിക്കുകയാണ് അവര്. ഇവരെയൊക്കെ പിടിച്ചതാരാ? സ്വന്തം പാർട്ടിക്കാരാണ്. ഇതിലൊരാൾക്കെതിരായിട്ട് വന്ന ആക്ഷേപം പാർട്ടിയിലെ തന്നെ ഒരു പ്രമുഖ നേതാവാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന് പറ്റിയ അനുഭവമാണ് പറഞ്ഞത്. കോട്ടമുറിക്കലിന്റെ കട്ടിലിനടിയിൽ, ആഫീസിലെ കട്ടിലിനടിയിൽ ആരാണ് ഒളിക്യാമറ വെച്ചത്? ഇതേപ്പറ്റി ഒന്നും നിരീക്ഷകർക്കൊന്നും പറയാനില്ല. ചോദിച്ചാൽ വല്ല മറുപടി കിട്ടും CPM-ൽ നിന്ന്. അതുകൊണ്ടാണ് ചോദിക്കാത്തത്. ഇവരൊക്കെ സംരക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഭരണത്തിലെ ഉയർന്ന തലങ്ങളില് പദവികളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്കും ഒരു ചോദ്യവും ഇല്ല. ഗോവിന്ദമാഷൊക്കെ വന്ന് സംസാരിക്കുമ്പം അപ്പൊ മുകേഷിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മുട്ടാപ്പൊക്കെ പറയും, അതും കെട്ടിഞ്ഞു പോരും. പക്ഷെ കോൺഗ്രസ് ആകുമ്പോണ്ടല്ലോ എവിടെ എന്നിട്ട് തല്ലാമല്ലോ, ഏതവസരത്തിലും തല്ലാമല്ലോ. നല്ലതായാലും ചീത്തയായാലും അവരെ അടിക്കാം. അവര് പക്ഷെ വേണ്ട പോലെ മറിച്ചൊന്നും പറയില്ല, CPM-കാര് പറയുന്നത് പോലെ.
അതാണ് ഇന്നലത്തെ ചർച്ചകളിൽ കണ്ട നിലപാടിന്റെ അർത്ഥം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ CPM-ന്റെ ഒരു നിലപാട്? തീവ്രത കുറഞ്ഞ പീഡനമായിരുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ഒരു വനിതാ നേതാവ് അത് പറയുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത അതിതീവ്രമായ സ്ത്രീ പീഡനമാണ്. നമ്മുടെ മുകേഷ് ചെയ്ത ഒരു ചെറിയ പീഡനം, കുഞ്ഞു പീഡനം. പാർട്ടിയുടെ ഒരു വനിതാ നേതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇത് തന്നെയല്ലേ CPM-ന്റെ മറ്റു നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത്? CPM-ന്റെ ക്യാപ്സ്യൂളല്ലേ ഇത്? തീവ്ര പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം എന്നുള്ളത്. ഇനി ലൈംഗിക സ്വഭാവമുള്ള ആക്ഷേപങ്ങൾ വിടാം. ശബരിമല സ്വർണ്ണക്കവർച്ച, ഇതുപോലെ സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കോടിക്കണക്കിന് ആളുകൾ ഒരു വിശുദ്ധ സ്ഥലമെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കാനെത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, അവിടുത്തെ സ്വർണം, അയ്യപ്പന്റെ സ്വർണം അടിച്ചുകൊണ്ടുപോയ 2 പ്രധാനപ്പെട്ട CPM നേതാക്കളെ ജയിലിൽ കിടക്കുക. അപ്പൊ എന്തുവാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്? ജയിലിൽ കിടക്കുന്നവരെ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക? അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളിയ ഉടനെ തന്നെ നടപടിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു. പക്ഷെ പത്മകുമാറിനും വാസുവിനെതിരായിട്ട് നടപടികൾ എടുക്കുമ്പോൾ അങ്ങനെ തീരുമാനിക്കാൻ കൈകളൊന്ന് വിറയ്ക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതിനേക്കാൾ പ്രധാനമല്ലേ നമ്മുടെ PM ശ്രീ ഒപ്പുവെച്ച സംഭവമായി നടന്നത്? എന്താണ് PM ശ്രീ സംഭവം നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള സർക്കാർ അല്ലെങ്കിൽ CPM ഇവരാണ് ഹൈന്ദവ വർഗീയതയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ കാവ്യവൽക്കരണത്തിനെതിരായിട്ട്, BJP-യുടെ ഫാസിസത്തിനെതിരായിട്ട് മുമ്പിൽ നിന്ന് പട നയിക്കുന്നത് എന്ന് പേർത്തും അവകാശപ്പെടുന്നതാണ് പാർട്ടിയും ഗവൺമെന്റും എല്ലാം. പക്ഷെ PM ശ്രീ വന്നപ്പോൾ, അതായത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള BJP-യുടെ ഈ അജണ്ട നടപ്പാക്കുന്ന PM ശ്രീ അത് വന്നപ്പോൾ ഒപ്പുവെച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം BJP-യുടെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു, ഇതിനുവേണ്ടി, ഈ കരാർ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുള്ള PM ശ്രീയുടെ ഒപ്പുവെക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലമായിട്ട് നിന്നത് നമ്മുടെ ജോൺ ബ്രിട്ടാസ് MP ആണെന്ന്. രാജ്യസഭാംഗം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് ബ്രിഡ്ജ് ബ്രിട്ടാസ് ഇത് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞാല് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റത്തെ തെറ്റല്ലേ അദ്ദേഹം ചെയ്തത്? അത് അച്ചടക്കലംഘനമല്ലേ? MP രാഘവനെ പോലുള്ള നേതാക്കൾക്കെതിരെ KR ഗൗരിയമ്മ, എന്നിട്ട് P ഗോവിന്ദപിള്ള, ഇത്തരത്തിലുള്ള നേതാക്കൾക്കെതിരെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നടപടികൾ എടുത്ത പാർട്ടിക്ക് ഇതെങ്ങനെയാണ് അച്ചടക്കലംഘനമാകാതിരിക്കുന്നത്? അതിന്റെ കാരണം ആ ഒപ്പുവെക്കലിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഗോവിന്ദൻ മാഷ് എന്താ പറഞ്ഞത്? ഇനിയും പാരം പണിയുമെന്ന്, 2ാമതോ 3ാമതോ പാരം പണിയുമെന്ന്. അതാണ് CPM. ചോദിക്കാൻ നിരീക്ഷകന്മാരില്ല. ആർക്കും അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ട, അത് CPM അല്ലേ ചെയ്തോട്ടെ എന്ന്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.